ഈ സങ്കടകരമായ സംഭവം ഉണ്ടായ ഉടനെ ആദ്യം അവള് എൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറി വന്നപ്പോൾ തലച്ചോറ് മരവിച്ചു പോയിട്ടുള്ള എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനൊരു സംഭവം ഫേസ് ചെയ്യേണ്ടി വരുന്ന ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ദൈവം തോന്നിപ്പിച്ചതുപോലെ എനിക്കപ്പോൾ ഓർമ്മ വന്നത് കഴിഞ്ഞ സിദ്ദിഖിന്റെ ഫുക്രി എന്ന സെറ്റിൽ വെച്ചിട്ട് ലോക്നാഥ് ബെഹ്റ സാറ് DGP ഞാൻ പരിചയപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ 11 മണിക്ക് ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഭാഗ്യത്തിന് അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തു. നന്ദി പറയുന്നതിന് ഒരളവിനപ്പുറം പറയേണ്ടിയിരിക്കുന്നു. കാരണം വിത്തിൻ നോ ടൈം വീട്ടിലെ എല്ലാ ഓഫീസേഴ്സും, എറണാകുളത്തു നിന്നുള്ള ഓഫീസേഴ്സും പോരാത്ത തിരുവനന്തപുരത്ത് നിന്ന് വരെയുള്ള ഓഫീസേഴ്സ് മണിക്കൂറുകൾക്കുള്ളിൽ അടുത്തടുത്ത നിമിഷങ്ങളിലെത്തിയും വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങളും നിരീക്ഷയൊക്കെ ചെയ്തതിന് അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നി. കാരണം നേരം വെളുത്തിട്ടും ഇവരാരും പോയിട്ടില്ല, എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കുറെ പേര് അന്വേഷണത്തിനായിട്ട് പുറത്തേക്ക് പോയി, ബാക്കി എല്ലാവരും തെളിവെടുപ്പുകളും കാര്യങ്ങളും ആയിട്ട് നിന്നപ്പോൾ അതിന് ആദ്യം നമ്മുടെ പോലീസ് സേനയ്ക്ക് നന്ദി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ബെഹ്റ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ലാലെ എന്താണ് അവിടുത്തെ അവസ്ഥ? പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നീങ്ങുന്നു, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് PT തോമസ് സാർ വന്നിട്ടുണ്ടായിരുന്നു, രാജീവ് സാർ ഉണ്ടായിരുന്നു, ആൻഡോ വളരെ ശക്തമായിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് സപ്പോർട്ടിംഗ് ആയിട്ടുണ്ടായിരുന്നു. മമ്മൂക്ക അന്ന് രാത്രി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ബെഹ്റ സാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് കുട്ടിയുടെ അവസ്ഥ. ഞാൻ പറഞ്ഞു അവള് വരണ്ട് വല്ലാത്ത രക്തം പോലും മുഖത്തില്ലാത്തൊരവസ്ഥയിലാണ്. അല്ലാതെ ചെയ്യേണ്ടത് അവളെ പറഞ്ഞ് ബൂസ്റ്റ് ചെയ്യുക, അവളുടെ മാനസികാവസ്ഥ നിലനിർത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഞാനും എന്റെ ഭാര്യ നാൻസിയും ആൻഡോയും എന്റെ മകളും എല്ലാവരും ചേർന്ന് വിളിച്ച് പറഞ്ഞ് ഇവളത് നേരിടാനുള്ളൊരു അവസ്ഥയിലേക്ക് കുറേശ്ശെയായിട്ട് വന്നു തുടങ്ങി. അതിനിടയ്ക്ക് അവളുടെ അമ്മയും സഹോദരനും എത്തി. നേരം വിളിക്കുമ്പോഴേക്കും അവളെ വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാരനും അവിടെ എത്തി. അവരെല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ട് അവളെടുത്ത് അവരെയൊക്കെ അഭിനന്ദിക്കുന്നത് എത്ര അളവിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ വിധത്തിൽ പറഞ്ഞ് അവൾ എന്തിനേയും നേരിടാനുള്ളൊരവസ്ഥയിലേക്ക് എത്തി. അപ്പൊ ബെഹ്റ സാർ എന്റെ അടുത്ത് പറഞ്ഞത് ഇതിന് സമാനമായിട്ടുള്ള 3 കേസുകൾ അടുത്ത കാലത്ത് നിങ്ങളുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ആരും അറിയാതെ പോകുന്നു. പണം കൊടുത്ത് ഒതുക്കിയതോ അപമാനം പേടിച്ചിട്ട് അറിയണ്ട എന്ന് കരുതിയിട്ട് ഒതുക്കിയതോ ഒക്കെ ആയിട്ട്. ലാലെ ഇതും അങ്ങനെ തീർന്നു പോകരുത്. അതിന് അവള് മാത്രമാണ് നിൽക്കേണ്ടത്. അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ മറ്റു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അവളെ ഇതിന് ശക്തി കൊടുക്കണം. അത് പറഞ്ഞു. അവരുടെ ഈ പറഞ്ഞ അവളെ വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാരനടക്കം അതിനു വേണ്ടിയിട്ട് ശക്തമായിട്ട് നിന്നപ്പോൾ അവൾ പറഞ്ഞു എന്തും ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഇനി കോടതിയിൽ എന്ത് വൃത്തികെട്ട ചോദ്യങ്ങൾ വരട്ടെ, അപ്പോഴും ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ്. അത് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു. ഈ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവള് ഈ കഴിഞ്ഞ ദിവസം ചില ചാനലുകളിലെ 1-2 പ്രയോഗങ്ങളിൽ വല്ലാതെ തകർന്നിട്ടുണ്ട്. ഞാനിത് നേരിട്ട് കാണുന്നതാണ് കുറെ കാര്യങ്ങൾ. അവർക്ക് ഇപ്പൊ അത് ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് രമ്യ നമ്പീശനറിയാം. അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ദിവസം ഇന്നിപ്പോ അവൾക്ക് നിന്ന് പിന്മാറിയാൽ കൊള്ളാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അവളെ സ്ട്രോങ് ആയിട്ട് നിർത്താനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാവരും ഇപ്പൊ മമ്മൂക്ക ഇന്ന് കാലത്ത് പോയി കണ്ടിട്ടുണ്ടായിരുന്നു, സുരേഷ് ഗോപി ഒന്ന് അദ്ദേഹത്തെ അവളെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ നല്ല കാര്യം തന്നെ. ഒപ്പം തന്നെ അവളെ എങ്ങനെ ശക്തിയോടി ഇതിൽ നിൽക്കാനായിട്ട് സഹായിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. അന്ന് അവള് ഓടിക്കച്ചുവെന്ന് എന്റെ നെഞ്ചില് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ലാൽച്ചേട്ടാ അത് കരഞ്ഞ ആ ശബ്ദത്തിന് അത് ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ഒരുമിച്ച് കിടന്നാൽ അത്ര ശബ്ദം ഉണ്ടാവില്ല. ആ ശബ്ദം കേൾക്കാനായിട്ട് നമ്മുടെ അമ്മയ്ക്കോ മകൾക്കോ വരുന്നൊരവസ്ഥ വരെ കാത്തിക്കേണ്ടി വരരുത്. താങ്ക് യു.